വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബീഫ് ട്രെൻഡിങ് വിഭവമാണ്. ഇപ്പൊ എല്ലാവരും നിങ്ങൾ കാണുന്നുണ്ടാവും ട്രെൻഡിങ് ആണ് ആ സംഭവം. അപ്പൊ അത് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ ഒരു ഉള്ളിയും വറ്റൽമുളക് പൊടിച്ചതുമാണ് ഇടുന്നത്. എനിക്ക് ഇപ്പൊ ഇഷ്ടപ്പെട്ട കുറച്ച് ഫ്ലവേഴ്സും കൂടെ എന്നെ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാകാൻ നമുക്ക് പറയാം. പോവാം. ഇനി അതതിന് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഫസ്റ്റ് നമ്മുടെ മെയിൻ ബീഫ്, പിന്നെ നമ്മുടെ ഉള്ളി, പിന്നെ നമ്മുടെ വറ്റൽമുളക് പൊടിച്ചത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില. ഇത്ര സാധനം മതി. ആദ്യമേ തന്നെ നമുക്ക് സ്റ്റൗ ഓണാക്കാം. നമ്മൾ സ്റ്റൗ ഓണാക്കി. ഓക്കെ, നമ്മൾ കുക്കർ വെച്ചു. കുക്കർ ഒന്ന് ചൂടാവട്ടെ. കുക്കർ അപ്പൊ നമ്മ കുക്കർ ചൂടാവുന്നുണ്ട്. ചൂടായിട്ട് വിളിക്കാം ഗൈസ്. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മളുടെ കുക്കർ തിളച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ അതിൻ്റെ അകത്തോട്ടൊരു എണ്ണ ഒഴിക്കാൻ പോവാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത്ര എണ്ണ ഒഴിച്ചാൽ മതി. ഓക്കെ, അമ്മ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, അമ്മ എണ്ണ ചൂടാവുന്നുണ്ട് കണ്ടോ ഗൈസ്. എണ്ണ ചൂടായിട്ട് നമ്മൾ അടുത്തത് നമ്മുടെ മെയിൻ നമ്മുടെ ഉള്ളി അരിയത്തില്ല കേട്ടോ ഗൈസ്. ഉള്ളി അങ്ങനെ തന്നെ ഇടുവാണ്. ഉള്ളി ഇട്ട്. ഓക്കെ, ഉള്ളി ഇടണം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് അപ്പൊ നമ്മുടെ ഉള്ളി ഒന്ന് മൂക്കട്ടെ. ഉള്ളി നമ്മൾ മൂക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളി നല്ല മൂത്ത് വരുവാണെങ്കിൽ ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുകയാണ്. ഓക്കെ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇളക്കി കൊടുക്കാം. അടുത്തത് കറിവേപ്പില. ഓക്കെ, നമ്മൾ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്യാം. മിക്സ് വെൽ. ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് ഉപ്പെടുക്കുന്നു. ഉപ്പെടുത്തതേ ഉപ്പ് നമ്മൾ ഇത്ര ഇടുന്നുള്ളൂ. നമ്മൾ നല്ലോണം മിക്സ് ചെയ്യണം. ഉപ്പ് ഒന്ന് പിടിച്ചു വരണം. നല്ല മണം ഉണ്ട് ഇട്ടത്. നല്ല കറിവേപ്പില മണമുണ്ട്. നല്ല മണമാണ്. അടുത്ത നമ്മുടെ വറ്റൽ മുളക് ചതച്ചത് നമ്മളിട്ടു. ഇനി ഇതിന്റെ കളർ മാറും ഗായ്സ്. അപ്പൊ ഗൈസ് ഇത് വെന്തിട്ട് വിളിക്കാം. അടുത്തതായി നമ്മുടെ മെയിൻ ഐറ്റം ബീഫ് തട്ടുകയാണ്. ബീഫ് ഇട്ടിട്ട് നമ്മ ഒരു വിസില് ഫുള്ളിലും വെച്ചടിക്കണം. പിന്നെ ഒരു വിസില് ലോ ഫ്ലെയിമിലും ആക്കണേ. ഓക്കെ, അപ്പൊ നമ്മൾ ബീഫ് ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ലതായിട്ട് വെക്കണം. അപ്പം ഗായ്സ് നമ്മൾ ഇതിനകത്ത് വെള്ളം ചേർക്കുന്നില്ല. നമ്മളുടെ തന്നെ ഈ ബീഫിന്റെ നെയ്യ് തന്നെ ഉരുകി വെള്ളമായി നെയ്യാവും. അപ്പൊ നമ്മൾ അതേ ഉപയോഗിക്കുന്നുള്ളൂ. നമുക്ക് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വരണം. നമ്മുടെ ഫസ്റ്റത്തെ വിസിൽ വന്നിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് നേരെ ലോ ഫ്ലെയിമിലോട്ടാക്കാം. നമ്മുടെ ഇറച്ചി വെന്തിട്ടുണ്ട്. നമുക്ക് തുറക്കാം. സ്ഥലമാണുണ്ട് പുകയുണ്ട്. അടുത്തായി നമ്മൾ ചട്ടിയിലിട്ട് നമ്മൾ വരട്ടിയെടുക്കാൻ പോവാണ് നമ്മുടെ ഈ ബീഫ്.
നമുക്ക് നേരെ ചട്ടിയിലോട്ട് തട്ടാം. നമുക്ക് ചട്ടിയിലോട്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. ചട്ടിയിലോട്ട് ഫുൾ തട്ടിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമുക്ക് എരിവൊന്നും തോന്നാത്തോണ്ട് ഞങ്ങൾ ഇച്ചിരിയും കൂടി ഇതിടുവാണ്. മറ്റേ പൊടിച്ചത്, മറ്റേ മുളക് പൊടിച്ചത് നമുക്ക് അങ്ങോട്ട് ഇളക്കി കൊടുക്കാണ്ട് ഈ വെള്ളം വറ്റണ വരെ നമ്മൾ ഇളക്കണം. അത് വറ്റണം ഗൈസ് ആ വെള്ളം. അപ്പം ആ വെള്ളം വറ്റിയിട്ട് അമ്മ വിളിക്കും. ഓക്കെ. അപ്പൊ ഗൈസ് വേറൊരു മസാലയുടെ കുത്തലൊന്നുമില്ല. അപ്പം നമുക്ക് ഇത്തിരി കഴിച്ചു നോക്കാം. മസാലയുടെ കുത്തലൊന്നും ഇല്ലാത്തതുകൊണ്ട് മസാലയുടെ കുത്തലൊന്നുമില്ല, ബട്ട് ടേസ്റ്റി ആയിരിക്കും. നോക്കാം. നല്ല ചൂടുണ്ടായി. അപ്പൊ ചൂട് മാറ്റിട്ട് നമുക്ക് കഴിച്ചോളാം. ബീഫ് കാണാൻ വന്നിട്ടുണ്ട്. നല്ല മസാലയുടെ കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇതുവരെ ഉള്ളൂ. അപ്പൊ അടുത്തൊരു ചിക്കൻ്റെ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും